ഇന്നത്തെ വീഡിയോ ഒരൊറ്റ ദിവസം കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സിനെ നേടാം, മില്യൺസ് ഓഫ് വ്യൂസ് നേടാം എന്ന് ഇങ്ങനെ യൂട്യൂബിൽ വരുന്ന വീഡിയോസിനെ കുറിച്ചാണ്. അതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വീഡിയോസ് ഉണ്ട്. അതല്ലാതെ അവരുടെ ചാനൽ റീച്ച് ആവാൻ വേണ്ടിയിട്ടൊരു വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം പുതിയ യൂട്യൂബേഴ്സിനെ മിസ്ഗൈഡ് ചെയ്തിട്ട് അവർക്ക് മോണിറ്റൈസേഷനും വ്യൂസും ചെയ്യുന്ന കുറേ ചാനലുകളുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ബാക്ക് ലിങ്ക് ജനറേറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് വൈറലാക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ്. അങ്ങനെയുള്ള വീഡിയോസിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ, അതായത് ഒരു തേർഡ് പാർട്ടി വെബ് പോർട്ടലിൽ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫുൾ വീഡിയോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ വീഡിയോ ഒരു ഹൺഡ്രഡ്സ് ഓഫ് വെബ്സൈറ്റിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യപ്പെടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് യൂസേഴ്സിൻ്റെ വ്യൂസ് വരും എന്നാണ്. അത് എത്രത്തോളം നിങ്ങളുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കാണ് പോകുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അതിൽ നിന്ന് വ്യൂസ് വരാൻ. അത് നിങ്ങൾ വെറും ഒരു വീഡിയോ എടുത്ത് അത് ബാക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്ത് ഏതോ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും വീഡിയോസും ഷെയർ ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് വ്യൂസ് വരണം എന്ന് ഉറപ്പില്ല. വരാം, വളരെ ചുരുക്കം, 1%, 2%. പിന്നെ യൂട്യൂബിൽസ് നല്ല ഒരു ഗുഡ് ചാനലായിട്ട് മാറണമെങ്കിൽ നമ്മൾ നല്ല വീഡിയോസ്, നല്ല കണ്ടൻസ്, നല്ലൊരു ടോപ്പിക്ക്, ഇതൊക്കെ അത്യാവശ്യമാണ്. പിന്നെ കുറച്ച് മിസ്ഗൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രോഡ് ഇതിൽ വീഡിയോസ് കൺവേർട്ട് ചെയ്തിട്ടൊക്കെ കുറച്ച് കാലത്തേക്ക് നമുക്ക് കുറച്ച് വ്യൂവേഴ്സിനെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു പെർമനൻ്റ് അല്ല. പക്ഷെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും മിനിമം കീപ്പ് ചെയ്യേണ്ടതും കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. അത് യൂട്യൂബിൽ തന്നെ ചെയ്യേണ്ടതാണ്. അത് വേറെ തേർഡ് പാർട്ടി ലിങ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തിട്ടോ അല്ല. അതിന് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അതിന് ടാഗ്സ്, കീവേഡ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടാഗ്സ്, കീവേഡ്സ് എത്രത്തോളം വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുന്നോ അത്രത്തോളം യൂസേഴ്സിൻ്റെ വ്യൂസ് സെർച്ച് എഞ്ചിനിലൂടെ വരും. അത് ഗൂഗിൾ ത്രൂ അല്ലെങ്കിൽ യൂട്യൂബ് ത്രൂ എല്ലാം വരും. അതിന് നമ്മൾ ചൂസ് ചെയ്യുന്ന കീവേഡ്സ് അത് ശരിക്കും നമ്മൾ റിസർച്ച് തന്നെ ചെയ്യണം. ഏത് ടൈപ്പ് കീവേഡ്സ് യൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഡ്രോ ഒരു വേർഡ്, അതിന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഹൗ ടു ഡ്രോ വരും, ഹൗ ടു സിങ് വരും. അതുപോലെ നിങ്ങളുടെ വീഡിയോവുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള എല്ലാ കീവേഡ്സും നിങ്ങളുടെ ടാഗായിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നല്ല നല്ല വീഡിയോ ഫ്രീക്വൻ്റ് ആയിട്ടോ ആക്റ്റീവായ ഒരു രീതിയിലോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിന്ന് പേഷ്യൻസോടെ കാത്തു നിൽക്കുക. ഒരു വീഡിയോ വൈറലായാൽ കൂടുതൽ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വരും. അപ്പോൾ എല്ലാവർക്കും, പുതിയ യൂട്യൂബേഴ്സിന് പ്രത്യേകിച്ചും, നല്ലൊരു ഭാവിയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടി അതിൽ നിന്നൊരു വരുമാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.